നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷക്കാലമില്ലെന്നിരിക്കെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കുന്നത്. കയ്യിലുള്ള മണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്താതെ കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് എല്ലാ മുന്നണികളും ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്ന ഉത്തരവാദിത്വമാണ് മുന്നണികൾക്ക് മുന്നിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ സജീവമായി നിലകൊള്ളുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉടുമ്പൻചോലയും പീരുമേടും. ഇടുക്കി ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് ഇവ. പീരുമേട് താലൂക്കിലെ ഏലപ്പാറ, കൊക്കയാർ, കുമളി, പീരുമേട്, പെരുവന്താനം, ഉപ്പുതറ, വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളും ഉടുമ്പൻചോല താലൂക്കിലെ അയ്യപ്പൻകോവിൽ, ചക്കുപ്പള്ളം എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് പീരുമേട് നിയമസഭാ മണ്ഡലം. CPI സ്ഥാനാർത്ഥി വാഴൂർ സോമനായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത്. ഉടുമ്പൻചോല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരട്ടയാർ, കരുണാപുരം, നെടുക്കണ്ടം, പാമ്പാടുംപാറ, രാജാക്കാട്, രാജകുമാരി, ശാന്തൻപാറ, സേനാപതി, വണ്ടൻമേട്, ഉടുമ്പൻചോല എന്നീ പഞ്ചായത്തുകളും ചേർന്ന മണ്ഡലമാണ് ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലം. 2016 മുതൽ CPM-ലെ MM മണിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 1965 മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി KT ജേക്കബ് ആയിരുന്നു മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത്. പിന്നീട് UDF-നും LDF-നും നിയമസഭയിലേക്ക് ഉടുമ്പൻചോല മാറി മാറി അവസരം നൽകി. 2001 മുതൽ അങ്ങോട്ട് ഇടത് സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചു വന്ന ചരിത്രമാണ് മണ്ഡലത്തിലുള്ളത്. 2016 CPM-ന്റെ മുതിർന്ന നേതാവ് MM മണി മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു. അന്ന് നേടിയ 50,813 എന്ന ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിയായിരുന്നു 2021 തെരഞ്ഞെടുപ്പിൽ MM മണി വിജയിച്ചു വന്നത്. 77,381 ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. 1965 തന്നെയാണ് പീരുമേട് മണ്ഡലവും രൂപീകൃതമായത്. 2021 വാഴൂർ സോമനാണ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത്. 60,141 വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് സിറിയക് തോമസ് 47.25% വോട്ടുകൾക്ക് തോറ്റു. 1996 മുതൽ CPM സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറുന്നത്. കാലാകാലങ്ങളായി ഇടത് സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിടുന്ന മണ്ഡലത്തിൽ മറ്റൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു കയറുക എന്നത് അസാധ്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ കുത്തക മണ്ഡലമായ പീരുമേടും ഉടുമ്പൻചോലയും നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് CPM-ന് മുന്നിലുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള ചർച്ചകളിലാണ് പാർട്ടി നേതൃത്വം. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് പുതുമുഖ സ്ഥാനാർത്ഥികൾക്കും സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകൾക്കും ഇടം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ മണ്ഡലങ്ങളിൽ സ്വീകാര്യതയുള്ള ആളുകളെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. CPM-ന് ഏറെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ പീരുമേടും ഉടുമ്പൻചോലയും CPM-ന് ഏറെ പ്രിയപ്പെട്ട മണ്ഡലങ്ങളാണ്. MM മണി ഒരിക്കൽ കൂടി മത്സരിക്കാതിരിക്കുമ്പോൾ ആ മണ്ഡലം നിലനിർത്തുക CPM-ന്റെ ആവശ്യകതയുമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പരിചിതനായ മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ ഉടുമ്പൻചോലയിലോ പീരുമേടിലോ സ്ഥാനാർത്ഥിയായേക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ദീർഘകാലത്തെ മാധ്യമ മേഖലയിലെ പ്രവർത്തന പരിചയവും ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരാൾ എന്ന നിലയിലുമാണ് ഹർഷൻ പരിഗണിക്കപ്പെടാൻ കാരണം. എന്നാൽ ഇതിന് ഹർഷൻ സമ്മതം മൂളിയോ എന്ന കാര്യം വ്യക്തമല്ല. എന്തുതന്നെയായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടർഭരണം ലക്ഷ്യമിടുന്ന ഭരണപക്ഷത്തിന് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വിജയിക്കുവാനുള്ള മാർഗങ്ങൾ അവർ തേടുക തന്നെ ചെയ്യും.